യെസ്, നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഷോയുടെ പേര് ഗുഡ് നൈറ്റ് എന്നാണെങ്കിലും അത്ര നല്ലൊരു സമയത്തൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഒരു നല്ല വാർത്ത ഉണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് രക്ഷപ്പെടുത്തി നമ്മൾ അർജുനെ നേരിട്ട് കാണുമെന്നൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. എന്തായാലും നാളെ സൈന്യം രംഗത്തിറങ്ങുന്നു രക്ഷാദൗത്യത്തിന് എന്നൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത അല്പസമയം മുൻപ് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വീണ്ടും ആശങ്കയിലാക്കി നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 14 വയസ്സുകാരാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസ്ക് ഉപയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ കൂടി സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെയുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. നോക്കാം ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ നമ്മളെ എല്ലാവരെയും ആശങ്കയിലാക്കിയ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. അർജുനെ തേടി നാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് അവിടെ നിന്നും ലഭിച്ച വിവരങ്ങൾ. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുരച്ചിലിന് സൈന്യത്തിന്റെ സഹായം തേടിയെന്ന് കാർവാർ SP P നാരായണ 24-നോട് പറഞ്ഞു. Evening, a crucial signal get it in the that point. What was the next procedure of that? Sir, now that's why we made 4 contours. So we cannot take the entire mud outside, but since the lorry is very long, we are making multiple contours from the to go inside the river. We are requested for military from the Belgaum to come tomorrow and have a situation assessed, and they can both launch operations on the landslide area and also river. എന്നാലും രക്ഷാപ്രവർത്തനത്തിന് നാളെ രാവിലെ സൈന്യം എത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചതായി MK രാഘവൻ MP 24-നോട് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ കർണാടകത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ എന്നെ തിരിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ സൈന്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും, തീരുമാനമായി എന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ ഈ സൈന്യത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കുകയായിരുന്നു. ഒന്നും തീരുമാനം വരാത്തതുകൊണ്ടാണ് ആരോടൊന്നും പറയാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ സൈന്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകാമെന്ന് അറിയിച്ചു. ട്രക്കർ അവർ ഐഡന്റിഫൈ ചെയ്തെന്നാണ് കിട്ടുന്ന വിവരം അവിടെ നിന്ന്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. അരുൺ, ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. സൈന്യം തിരച്ചിലിനായി എത്തുന്നു എന്നുള്ളത്. സൈന്യം എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തുന്നു എന്നാണ് SP പറഞ്ഞത്. പക്ഷേ എങ്കിലും സൈന്യം എത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ധൈര്യം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. സൈന്യം എപ്പോൾ എത്തിച്ചേരും? ഒപ്പം തന്നെ ഇന്നത്തെ തിരച്ചിൽ അല്പസമയം മുൻപാണ് അവസാനിപ്പിച്ചത്. തിരച്ചിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പ്രവിത, പ്രജിൻ, ഏറെ ആശ്വാസകരമായ വാർത്ത, ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24-നോടാണ് MK രാഘവൻ MP DK ശിവകുമാർ അറിയിച്ചത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ച ആ കാര്യം വെളിപ്പെടുത്തിയത്. നാളെ സൈന്യം തെരച്ചിലിനായി ഷിരൂരിൽ ഇറങ്ങുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജില്ലാ പോലീസ് മേധാവി P നാരായണയും ഈ കാര്യം 24-നോട് നേരത്തെ അറിയിച്ചിരുന്നു. ഈ സൈന്യത്തിന്റെ സേവനം തേടിയിട്ടുണ്ട്. സൈന്യത്തിന്റെ സേവനമില്ലാതെ നമുക്ക് ഒരടി പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് P നാരായണയും വ്യക്തമാക്കിയിരുന്നു. സ്ഥലം MLAയും ഇത് ആവർത്തിച്ച് പറഞ്ഞു. നമ്മളോട് ഇക്കാര്യങ്ങൾ സൈന്യത്തിന്റെ സേവനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സൈന്യം ഇറങ്ങും, ഉടൻ തന്നെ സൈന്യം ഇറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് നമ്മളോട് ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ സ്ഥലം MLAയും വ്യക്തമാക്കിയതാണ്. അതിനെ അടിവരയിടുന്ന, അത് ഉറപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയത്. ഈ സൈന്യം നാളെ തന്നെ ഈ തെരച്ചിലിനായി ഇറങ്ങും. ഉടൻ തന്നെ അർജുനെ നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇന്നും ശക്തമായ രീതിയിൽ, നല്ല രീതിയിലുള്ള തെരച്ചിലൊക്കെ തന്നെ നടന്നിരുന്നു. NDRFന്റെയും SDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വിവിധ സംഘങ്ങൾ ഉണ്ടായിരുന്നു. നാവികസേന സ്കൂബ ടീം ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്നും കൃത്യമായ വിവരങ്ങൾ, ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല. ഇന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്ന ഒരു കാര്യം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു.
ഇത് രാവിലെ 8:30 തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ബംഗളൂരുവിൽ നിന്ന് ഈ റഡാർ എത്തിച്ച് 8:30 തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഈ തെരച്ചിൽ ആരംഭിക്കുന്ന സമയം 10:30 ഒപ്പം തന്നെ ഈ തെരച്ചിലിലെ ചില ഏകോപനമില്ലായ്മയും അതിനെ പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്തു. ഈ റഡാർ സംവിധാനത്തിലെ ഒരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഡ്രൈ സോയിലിൽ മാത്രമാണ് ഈ റഡാർ സംവിധാനം കൃത്യമായി അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ മണ്ണ് അങ്ങനെയല്ല. ഈ മല ഒന്നാകെ ഇടിഞ്ഞ് ഈ ഗംഗാവലി നദിയിലേക്ക് ഇടിഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മലയിൽ നിന്ന് നേരത്തെ തന്നെ ഈ പ്രദേശവാസികളൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഒരു പ്രശ്നവുമില്ലാത്ത സമയത്ത് ആ മലയിൽ നിന്ന് ഈ പ്രദേശത്ത് കൂടി നീരുറവ് ഉണ്ടായിരുന്നു. ആ നീരുറവിൽ കുളിക്കാനും അവിടെ നിന്ന് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും വേണ്ടി ലോറി ഡ്രൈവർമാരും ചരക്ക് വാഹനങ്ങളിലെ തൊഴിലാളികളൊക്കെ അവിടെ വാഹനം നിർത്തുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു വീണ സമയത്തും ഇപ്പോഴും ആ നീരുറവ പല ഭാഗങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിന് നനവുണ്ട്, ഒപ്പം കനത്ത മഴയുമുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്. ഇന്ന് പകൽ കുറച്ച് അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. പക്ഷേ 6 മണിക്ക് ശേഷം ശക്തമായ മഴയും കാറ്റുമാണ് ഈ പ്രദേശത്തെ ഷിലൂരിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം ഇനി തെരച്ചിൽ മുന്നോട്ട് പോകാൻ. ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തെരച്ചിലിലെ ഏകോപനമില്ലായ്മയും ഇതിനെ ഒരു പ്രതികൂലമായി ബാധിച്ചു. ഇനി നാളെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം അർജുന്റെ ബന്ധുക്കളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ സൈന്യത്തിന്റെ സേവനം നാളെ ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൈന്യം ഉടൻ തന്നെ ഇന്നു തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. നാളെ ആദ്യഘട്ടത്തിൽ അതിരാവിലെ തന്നെ വന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും. ശരി, അരുൺ പാറക്കൽ തുടരുക. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ രഞ്ജിത്ത് ഇസ്രായേൽ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, നമുക്ക് ആശ്വാസമുള്ള വാർത്ത ഇപ്പോൾ അല്പസമയം മുൻപാണ് വന്നത്. നാളെ രാവിലെ സൈന്യം വരുന്നു രംഗത്ത്. അപ്പോൾ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തിന് സമാനമായ രീതിയിൽ ഇന്നും രാത്രിയിൽ ഈ തെരച്ചിൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് അവിടുന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ അവിടുത്തെ ഒരു അവസ്ഥ? നമ്മൾ എത്രമാത്രം മുന്നേറിയിട്ടുണ്ട്, എത്രമാത്രം അകലെയാണ് ഈ സ്പോട്ട്, അതൊക്കെ നമുക്കൊന്ന് പറയാമോ? ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ബ്രീഫ് ചെയ്തായിരുന്നു ഇവരായിട്ട് ചീഫ് സെക്രട്ടറി IG-യും ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 6 മണി 6:30 പുതിയ ആരംഭിക്കുകയാണ്. നമ്മൾ ഇപ്പം ട്രേസ് ചെയ്ത ലൊക്കേഷനിൽ തന്നെ വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞ പോലെ നമുക്കൊരു റെസ്ക്യൂ ട്യൂബ് അടിച്ചു സെക്കൻഡ് ചെയ്ത പോലെ കറക്റ്റ് ലോറി ലൊക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ലോറി ട്രേസ് ആയിട്ടില്ല. നമ്മൾ GPR വെച്ചിരിക്കുന്ന പോസിബിലിറ്റീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കളക്ടറോട് ഈ കാര്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഈ ആർമിയുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഒഴിവാണെങ്കിൽ കുറച്ചും കൂടെ വളരെ സഹായകരമായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും. കുറച്ചും കൂടെ ഒരു NDRF-നേക്കാളും കുറച്ചും കൂടെ ശക്തമാണ് അവർ. ആ ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വരാമെങ്കിൽ ബാക്കി ഇപ്പം ഈ 3 മണി വരെയും ശരിയായിട്ടുള്ള ദിശയിലല്ല ഈ വർക്ക് പോയത്. 3 മണിക്ക് ശേഷം നമ്മൾ എത്തിയതിന് ശേഷമാണ് കളക്ടറോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങോട്ട് നമ്മൾ GPR വെച്ച് അത് മാർക്ക് ചെയ്യും, അവിടെ ഉള്ളൊരു ഡെബ്രിസ് നീക്കുകയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വളരെ സോയിൽ വെച്ചാൽ വളരെ ചവിട്ടി താഴ്ന്നു രീതിയിലുള്ള സോയിലാണ്. നമ്മൾ ആ ഒരു ലാൻഡ് സ്ലൈഡിൽ നടക്കുന്നതിന് മുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ GPR എടുത്ത് തുടങ്ങിയത്. ശരിക്കും ഇതിപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ അവസാനം മറ്റൊരു സിഗ്നൽ ലഭിച്ചു റഡാറിൽ നിന്നൊക്കെയുള്ള വിവരം വന്നിരുന്നു. അതും ഈ കറക്റ്റ് നേരത്തെ ലൊക്കേറ്റ് ചെയ്ത അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണോ ലഭിച്ചത്? ഇല്ല, GPR നമ്മൾ ലൊക്കേറ്റ് ചെയ്യാണ്. ഞാനും എന്നെ കൂടെയുള്ള കൃഷ്ണനാഥുണ്ട്, പിന്നെ NDRF ഓഫീസേഴ്സാണ്, പിന്നെ ഈ GPR-ന്റെ 2 ഇതുണ്ടാകുന്നത്. ഞങ്ങൾ തന്നെ റിസ്ക് ഏറ്റെടുത്ത് കളക്ടർ പറഞ്ഞ് ഞങ്ങൾ തന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ആ ഒരു സ്പേസിലേക്ക് പോയത്. അപ്പൊ അവിടെ കുറച്ച് നമുക്ക് മാർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു മാർക്ക് വെച്ചിട്ടുണ്ട്. എത്രമാത്രം താഴെയാണ് അതിന്റെ ആഴമൊക്കെ നമുക്കത് മനസ്സിലാവും? ആ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പം എങ്ങനെയാലും ഒരു 8 feet 10 feet-ഓളം കിടപ്പുണ്ട്, 12 feet കഴിഞ്ഞിട്ട്. കാരണം കുന്നിനൊരു ഒരു കടയ്ക്ക് ഓപ്പോസിറ്റ്, അതായത് ഒരു കട ഉണ്ടായിരുന്നു. ആ കട പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നശിച്ചത് വെള്ളത്തിലേക്ക് അവിടെ നിന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് അതിന്റെ തൊട്ട് ആ വശത്ത് നമുക്ക് GPR ഈ പോയിന്റും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വശത്ത് വണ്ടി ഉണ്ടാകാൻ ചാൻസ് പോസിബിലിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് കറക്റ്റ് അതിനുള്ള ആ ഒരു മാർക്കൊക്കെ എടുത്ത് നിങ്ങൾ ആ തിരച്ചിൽ തുടങ്ങിയിരുന്നു. പക്ഷെ ശക്തമായ മഴ വലിയൊരു വെല്ലുവിളി ആയിരുന്നു. ഇനിയിപ്പോൾ നാളെയും ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും സെയിം പ്രൊസീജിയർ ആവർത്തിക്കേണ്ടി വരുമോ? അങ്ങനെയാണോ?
ഇതിന്റെ രീതി? നാളെ അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. നാളെ ആ പൊസിഷൻ സെർച്ച് ചെയ്തില്ല. ഇന്ന് 3 മണിക്ക് ശേഷം അവിടെ ഞാൻ വന്നതിന് ശേഷമാണ് അത് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടാണ് സെർച്ച് നടത്തിയത് അവിടെ. ജില്ലാ ഭരണകൂടത്തിനോടും പ്രത്യേക കളക്ടറോടും SP-യോടും ബാക്കിയുള്ള അധികാരികളോടും പറഞ്ഞ് ആ സ്ഥലത്ത് തന്നെ. ഇതിപ്പോൾ റോഡിന്റെ നടുവിലായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ? എന്താ? റോഡിന്റെ നടുവിലായിട്ടാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡിന് നടുവിലല്ല, ഇത് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടുള്ള ഒരു പാർക്കിംഗ് പ്ലേസിന്റെ അതായത് ഈ വാഹനം പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് ആണെന്നാണ് അല്ലേ? അതെ, വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രേസ് ചെയ്യ ഒരു പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. GPRന്റെ ഒരു പെൻട്രേഷൻ റഡാറിന്റെ ഒരു നമുക്ക് സ്കോറിംഗ് കിട്ടിയ ആ ഒരു പ്ലേസുകളിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് അവിടെ ഒരു ഇങ്ങനെ ഒരു അതെ, ഇതിപ്പോൾ നാളെ സൈന്യം കൂടെ വരുന്നുണ്ട്. സൈന്യം വന്നതിന് ശേഷം അവർ ആ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു ആക്ഷൻ അത് നാളെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇല്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണ്. ഇത് നമ്മൾ ആ ഒരു ചെയ്ത കണക്ക് തന്നെയാണ് ഇതുവരെ. കാരണം സൈന്യത്തിനൊപ്പം ഒരുപാട് തവണ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ. ഇന്ത്യൻ ആർമിയുടെ തന്നെ പ്രശംസാപത്രം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവരുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫീൽഡ്, റെസ്ക്യൂ ഫീൽഡിൽ തന്നെ പോരാട്ടം ഒരുപാട് ഇതുണ്ട്. കാരണം നമുക്ക് എന്തായാലും അവരോട് ഞാൻ രാവിലെ തന്നെ ഈ ഒരു ബ്രീഫ് ചെയ്ത് കൊടുക്കേണ്ട വരും. കാരണം നമ്മൾ എന്തോ അത്രയും ഈ പൊസിഷനിലേക്ക് പോയി എന്തൊക്കെയാണ് മൂവ്മെന്റ്സ് ഇന്ന് വൈകിട്ട് ചീഫ് സെക്രട്ടറിയോടും IG-യോടും എക്സ്പ്ലെയിൻ ചെയ്ത പോലെ, ബ്രീഫ് ചെയ്ത പോലെ അല്ല അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ടി വരും. എന്തായാലും ഈ പൊസിഷനിലാണ് ഈ ഒരു പാത്ത് തന്നെയാണ് ഉണ്ടെന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്. കാരണം എന്തായാലും കൂടുതലും ആൾക്കാർ അനുമാനിക്കുന്ന ഈ സംഭവം ഈ സ്ഥലത്ത് തന്നെയാണ്. കാരണം അവിടെ ആരും തുടങ്ങിയിട്ടില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് അവിടെ ഈ മണ്ണ് മാറ്റാനുള്ള പ്രക്രിയ കളക്ടറോട് ആവശ്യപ്പെട്ട് അവിടെ പ്രത്യേക അനുവാദം വാങ്ങിച്ച് 5 JC പ്രൊക്ലൈനറും JCBs ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഘട്ടം തുടങ്ങിയത്. ഞാൻ അത് ഒരുപാട് കളക്ടർ ആവശ്യപ്പെട്ട് മാത്രമാണ് ഇപ്പൊ നീങ്ങി തുടങ്ങിയത്. അവിടെ നിന്ന് അർജുന്റെ അളിയൻ ജിതിനും ബാക്കി നാട്യ ഉദ്യോഗസ്ഥരുള്ള ഇത് തന്നെ അവർ ദൃക്സാക്ഷികളാണ് ഈ കാര്യത്തെക്കുറിച്ച്. അതെ രഞ്ജിത്ത്, അപ്പോൾ അവിടുത്തെ ഒരു ടെറൈനൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ഉത്തരകാശിയിലടക്കം ഉണ്ടായ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ആൾ കൂടിയാണ്. അപ്പോൾ അതേ സമാനമായ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തന്നെ വേണോ ഇവിടെ? അതായത് ഈ ഷാഫ്റ്റ് ഇറക്കി നമുക്ക് ആ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തൊഴിലാളികൾ ടണലിനകത്തുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് ലോറി അവിടെ ടാർഗറ്റ് ചെയ്തില്ല. ലോറി പെർഫെക്റ്റ് ആയി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് മാറ്റിയില്ലെങ്കിൽ നമുക്ക് എർക്കി ട്യൂബ് അടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്ത് വിക്ടിമിനെ നമുക്ക് അതിൽ ഇതാക്കി. അതാണ് സംശയം രഞ്ജിത്ത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്താണ് അടുത്ത ഓപ്പറേഷൻ? അത് നമ്മൾ കൃത്യമായ ഒരു 100% അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായി ലൊക്കേഷൻ ഇല്ല, അതൊരു വസ്തുതയാണ്. ചെയ്യണം നമ്മൾ അതിനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ആ സ്ഥലം കെട്ടിയ അവിടെ ഒരു എബിലിറ്റി അതിനാണ് കാണിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് അത് ഇനിയിപ്പോൾ ഇവിടെ ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും പറയുന്നു കേൾക്കുന്നു. മണ്ണിടിയുന്നുണ്ട്. നമ്മൾ കയറിയപ്പോൾ മണ്ണിടിയുന്നുണ്ട്. ഒരുപാട് വളരെ റിസ്കുള്ളായിരുന്നു നമ്മൾ കയറി. GPR ഈ മാർക്ക് അടയാളപ്പെടുത്താൻ കയറിയപ്പെടുത്തിയ മുകളിൽ മണ്ണിടിച്ചിട്ടുണ്ട്. അത് കാരണം അവർ NDRF മുകളിലോട്ട് കയറി. നമ്മൾ വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തേക്ക് മാർക്കിംഗ് തന്നെ നടക്കുന്നത്. അതെ രഞ്ജിത്ത്, ഇതിനോടൊപ്പം ഇപ്പൊ ഈ ലോറിക്കൊപ്പം മറ്റു വാഹനങ്ങളും ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ലോറി തന്നെയാണെന്ന് ഉറപ്പിക്കാനും സാധിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. നമുക്ക് അർജുൻ നമുക്ക് ഇതിനകത്ത് ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ ലോറി ഞാൻ ട്രേസ് ചെയ്യണം. ആ ലോറി ട്രേസ് ചെയ്യുന്ന എളുപ്പം. ആ ലോറി എങ്ങനെയാണ് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യക്തിമിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പ്രയാസം കാണത്തില്ല. അതുകൊണ്ട് ലോറി തന്നെ എത്ര പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഈ GPS സിഗ്നൽ വന്ന അതേ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു GPS ലോറി വന്ന് അത് 10-50 മീറ്റേഴ്സ് പ്ലസ് ആകാം മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ സംഭവിക്കാതെ. GPSന്റെ അതിന്റെ ഇവിടുത്തെ ആക്യുറസി പോലൊക്കെ ഇരിക്കും. നമ്മളിപ്പോ ഉപയോഗിച്ച GPR ആണ്, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറാണ്. അത് യൂസ് ചെയ്തിട്ടുണ്ടോ മാർക്ക് ചെയ്തത് അങ്ങനെ ഒരു പൊസിഷനാണ് നമ്മളിപ്പോ നോക്കുന്നത്. ശരി, എന്തായാലും അപ്പോൾ നാളെ രാവിലെ സൈന്യം കൂടി വരുമ്പോൾ ഓപ്പറേഷൻ ഒന്നുകൂടി മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്തിയെടുത്താൻ കഴിയട്ടെ അർജുൻ. അതിന് രഞ്ജിത്തിനും സംഘത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. കേരളം കാത്തിരിക്കുകയാണ് ഒരു നല്ല വാർത്തയ്ക്കായി. ശരി, രഞ്ജിത്താണ് നമ്മോട് സംസാരിച്ചത്. ഇന്ന് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു രഞ്ജിത്ത്. അവിടെ പോയി അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ സിഗ്നലും ഏതാണ്ട് ആ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നാളെ സൈന്യം എത്തി ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത്. വളരെ ദുഷ്കരമായൊരു മേഖലയാണ്. സൈന്യം എത്തണമെന്നുള്ളത് കുടുംബം ആവശ്യം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഈ ആവശ്യം ഉന്നയിച്ച് ഈ ഒരു ഇമെയിൽ സന്ദേശം പ്രധാനമന്ത്രിക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബത്തിന് പറയാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ എന്ന് നോക്കാം. ശരി, തീർച്ചയായിട്ടും എന്തായാലും ആശ്വാസമാണ് സൈന്യം വരുന്നതെന്നാണ് സഹോദരി അഞ്ജു 24 പറഞ്ഞത്.
നമ്മള് എന്താ നമ്മുടെ രാഘവൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്ക്യൂ നിർത്തി വെച്ചത് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേണുഗോപാൽ സാറിനെ, സുരേഷ് ഗോപി സാറിന്റെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അവിടുന്ന് ഓഫീസിൽ നിന്ന് വേറെ ആരോ ആണ് എടുത്തത്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൈന്യം വേണം എന്നുള്ള രീതിയിൽ. നമ്മൾ നേരത്തെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം, റെസ്ക്യൂ നിർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവരൊക്കെ ഇൻഫോം ചെയ്തിട്ട് ഒരുപാട് വിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ സാറ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ കാര്യം നാളെ രാവിലെ സൈന്യം എത്തും ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്താണെങ്കിലും നാളെ രാവിലെ കാണാം അവര് എത്തോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോ വിശ്വാസമുണ്ട്, സൈന്യം എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബം. അപ്പോൾ അർജുൻ, അതെ, നമ്മളും അതേ പ്രാർത്ഥനയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ വാർത്ത കാണുന്ന എല്ലാവരും ഒരേ മനസ്സോടെ തന്നെ പ്രാർത്ഥിക്കുന്നത് അർജുൻ തിരിച്ചു വരണം എന്നുള്ളതാണ്. അതിനുള്ള ആ ഒരു പ്രതീക്ഷ എന്തായാലും നമ്മൾ നിരാകരിക്കുന്നുമില്ല. നമ്മൾ ആ പ്രതീക്ഷ വെച്ചു പുലർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് അവിടെ ഒന്നും. അരുൺ, ഇപ്പോൾ രഞ്ജിത്ത് നമ്മുടെ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇന്നുണ്ടായ ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇന്ന് ചെയ്തത്, അത്തരം കാര്യങ്ങളെല്ലാം വിവരിക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ നാളെ സൈന്യം വരുന്നു, അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കും. അപ്പോൾ എന്തുവരെ നമ്മൾ മുന്നേറിയിട്ടുണ്ട്, എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത ശേഷം സൈന്യം അത് ടേക്ക് ഓവർ ചെയ്യുമെന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മറ്റ് ഈ പോലീസുണ്ട്, NDRF സംഘമുണ്ട്, എല്ലാവരും ചേർന്നുള്ള ഒരു ദൗത്യമല്ല ഇന്നുണ്ടായത് അവിടെ? പ്രജിൻ, അതുതന്നെയാണ് ഇന്ന് NDRFിന്റെയും അതുപോലെ തന്നെ SDRFിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാവികസേന സ്കൂബ ടീമിന്റെയും ഒക്കെ തെരച്ചിലായിരുന്നു ഒന്നുണ്ടായത്. സ്കൂബ ടീം ഈ പുഴയിലായിരുന്നു, അതായത് ഗംഗാവലി നദിയിലായിരുന്നു, നദി കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ തെരച്ചിലുണ്ടായത്. രാവിലെ ഒരു 4 മണിക്കൂറോളം ആദ്യം പുഴയിൽ തെരച്ചിൽ നടത്തി. തുടർന്ന് പിന്നീട് ആ തെരച്ചിൽ ഉപേക്ഷിച്ചു. പിന്നീട് വീണ്ടും ഒരു മഴ പെയ്തതിന് ശേഷം വീണ്ടും പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സ്കൂബ ടീമിൻ്റേത്. ഈ NDRFും SDRFും ഒക്കെ രാവിലെ 6:15 മുതൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ 3 മണിക്ക് ശേഷമാണ് ഒരു കാര്യക്ഷമമായ തെരച്ചിൽ ആ പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. അതുവരെ ഒരു കൃത്യമായ ഏകോപനമില്ലായ്മ അനുഭവപ്പെട്ടു. ആ തെരച്ചിലൊക്കെ തന്നെ, രക്ഷാപ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പോലെ തന്നെ ഒരു ഏകോപനമില്ലായ്മ അനുഭവപ്പെട്ടു. അതൊക്കെ ഈ സംഭവത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അർജുൻ മാത്രമല്ല, മറ്റ് തമിഴ്നാട് സ്വദേശികളും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുമൊക്കെ ഇതിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണൻ, അദ്ദേഹത്തിന്റെ ലോറി അവിടെ പാർക്ക് ചെയ്ത് ചായ കുടിക്കാൻ ഇരുന്നതായിരുന്നു. രാവിലെ 7 മണിക്ക്, അതായത് ഈ അപകടം നടന്ന സമയത്ത് രാവിലെ 7 മണിക്ക് അദ്ദേഹം ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചതാണ്, കുടുംബവുമായി ഫോണിൽ സംസാരിച്ചതാണ്. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ലോറി ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശരവണൻ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ പ്രദേശത്തു കൂടി ഇപ്പോഴും നടക്കുന്നുണ്ട്. പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തെരച്ചിലൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത്, ശരവണന്റെ സുഹൃത്ത് ഗണപതി നമ്മളോട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാവാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അവരുടെ ഉറ്റവരെ അന്വേഷിച്ചുകൊണ്ട് ഈ പ്രദേശ ഷിലൂരിലെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അവർ പോലീസിനെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ സമീപിക്കുന്നുണ്ട്. പക്ഷേ തെരച്ചിൽ എത്രത്തോളം കാര്യക്ഷമമായി ഈ കാലയളവിൽ, അതായത് ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ്, ഈ 5 ദിവസം എത്രത്തോളം കാര്യക്ഷമമായി നടന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു 70% സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ ലോറിയുടെ സിഗ്നൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമായത്. അതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു. ഇനി നാളെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടാവും, നല്ല മഴയുണ്ടാവുമോ ഈ പ്രദേശത്ത് എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും അതൊക്കെ പരിശോധിച്ചതിന് ശേഷം രാവിലെ തന്നെ ഇന്ത്യൻ ആർമി ഈ പ്രദേശത്തേക്ക് എത്തും. തുടർന്ന് ഈ പരിശോധന ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, പ്രവിത. ശരി, എന്തായാലും നല്ലൊരു വാർത്ത. വീണ്ടും നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. മലയാളികൾ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ അർജുനെ ജീവനോടെ കണ്ടെത്തണം, ഒരു പോറിൽ നിൽക്കാതെ നാട്ടിലേക്ക് വരണം. ഈ ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. നേരത്തെ ചില വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു കർണാടകയ്ക്കെതിരെ, പക്ഷേ ഇപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. എത്രയും പെട്ടെന്ന് ഒരു ഏകോപനം വേണം. എല്ലാവരും ചേർന്ന് വാർണി കൂടെ എത്തുന്നു. അങ്ങനെ ചേർന്ന് ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ അർജുൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരുപക്ഷെ നമ്മളെ ഒന്നുകൂടി ആശങ്കയിലാഴ്ത്തിയ വാർത്തയാണ് ഇന്ന് മലപ്പുറത്തു നിന്ന് വന്നത്. കേരളത്തിൽ വീണ്ടും ഒരു നിപ്പ കേസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് രോഗം ബാധിച്ചത്.
കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള സുഹൃത്തിനും പനി ലക്ഷണങ്ങളുണ്ട്. 30 പേരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക നിപ്പ വാർഡ് തുറന്നിട്ടുണ്ട്. മലപ്പുറം കളക്ടറേറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് ഈ മാസം 10-നാണ് പനി ബാധിക്കുന്നത്. ജൂലൈ 12-ന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സിച്ചു. ജൂലൈ 13-ന് പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ജൂലൈ 15-ന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലായി. അവിടെ നിന്ന് ഇന്നലെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ ഉൾപ്പെടെ 214 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഹൈറിസ്ക് വിഭാഗത്തിൽ 60 പേരാണുള്ളത്. 15 പേരുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അതേസമയം കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട സുഹൃത്തിന് പനി സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. പ്രദേശത്ത് കടകൾ രാവിലെ 10 മുതൽ 5 വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. പൊതുചടങ്ങിൽ പരമാവധി ആളുകളെ കുറയ്ക്കാനാണ് നിർദ്ദേശം. 24 മലപ്പുറം. നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന 15 പേരുടെ ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗബാധിതർക്ക് നൽകുന്ന മോണോക്ലോണൽ ആന്റിബോഡി നാളെ എത്തിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് പോലും വിട്ടുപോകാതെ എല്ലാവരും, ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 10-ാം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 11-ാം തീയതി പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും. നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കടകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയില്ല. മദ്രസ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും അവധി ബാധകമാണ്. പൊതുചടങ്ങുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ മലപ്പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ഷഹദ്, മലപ്പുറത്താണ് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന് വേണ്ട എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഇതിനോടകം. എന്താണിന്ന് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു? ഒപ്പം എന്താണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി? ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. കുട്ടി കഴിഞ്ഞ മണിക്കൂറുകളിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെന്റിലേറ്ററിലാണ്, അബോധാവസ്ഥയിലാണ്. അപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടാനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തു വന്നത് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടി 11-ാം തീയതി, അതുപോലെ തന്നെ 12-ാം തീയതി, 13-ാം തീയതി, 15-ാം തീയതി ഈ ദിവസങ്ങളിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇതിൽ 11-ാം തീയതി രാവിലെ 6:50 ചെമ്പകശ്ശേരി കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് 7:18 കുട്ടി ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്നും പിന്നീട് 12-ാം തീയതിയാണ് റൂട്ട് മാപ്പ് കാണിക്കുന്നത്. അത് 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ 8 വരെ ഡോക്ടർ വിജയൻ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പിന്നീട് തുടർന്ന് വീട്ടിലേക്ക് പോകുന്നു. 13-ാം തീയതി 7 മണി മുതൽ 7:30 വരെ, അതായത് രാവിലെ 7 മണി മുതൽ രാത്രി 7:30 വരെ ഹോസ്പിറ്റലിലാണ്, പീഡിയാട്രിക് OP വിഭാഗത്തിലാണ് ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് കാണിക്കുന്നത്. പിന്നീട് 15-ാം തീയതിയാണ് 8:30 മുതൽ രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെ PKM ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ, അതായത് ഈ 15, അതുപോലെ തന്നെ 13, 12, 11 തീയതികളിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഈ റൂട്ട് മാപ്പിൽ ഉണ്ടായിരുന്നവർ, അതുപോലെ തന്നെ ഈ കുട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നവർ ഉടൻ തന്നെ ഈ എന്താ പറയാ ടെലിഫോൺ നമ്പറിൽ, പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള കൺട്രോൾ റൂമിലെ നമ്പറിൽ ബന്ധപ്പെടണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും പനിയോ അല്ലെങ്കിൽ അനുബന്ധ അസുഖങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വയം ചികിത്സയ്ക്ക് വിധേയമാകാതെ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 214 പേരാണ് ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 60 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. ഇതിൽ 15 പേരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വൈറോളജി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. ഇതിൽ ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ സ്രവം ഇതിനോടകം തന്നെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം നാളെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഈ ലിസ്റ്റ് മാറി മറിയും. ഒരുപക്ഷെ ഈ സമ്പർക്ക പട്ടികയിലും അതുപോലെ തന്നെ ഹൈറിസ്ക് കാറ്റഗറിയുടെയും എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ കുട്ടിയുടെ സുഹൃത്തിന് കൂടി പനി ബാധിച്ചിട്ടുണ്ടല്ലോ. നിലവിൽ ഈ കുട്ടിയുടെ സുഹൃത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ പനിയാണ് കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ നിരീക്ഷണത്തിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കുട്ടിയുടെ സ്രവം ഇപ്പോൾ വൈറോളജി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി ഈ പരിശോധന. ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചികിത്സയിലുള്ള നിപ്പ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്റഡ് ആണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി വൈകുന്നേരം അറിയിച്ചതുമാണ്. അപ്പോൾ നിരീക്ഷണത്തിലുള്ള എല്ലാവരും ഐസൊലേഷനിൽ പോകേണ്ടതാണ്. എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ നിപ്പ കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ്, കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ്. അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ: മാസ്ക് ധരിക്കുക, പരമാവധി വ്യക്തിശുചിത്വം പാലിക്കുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിപ്പ ബാധ സംശയിക്കുന്നത് ഈ വവ്വാലുകളിൽ നിന്ന് പടർന്നു എന്നാണ്. അതുകൊണ്ട് വവ്വാലുകൾ കടിച്ച ഫ്രൂട്ട് അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാതിരിക്കുക, അത്തരം ആ ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കുക, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്, അതുകൊണ്ട് കൂടുതൽ രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം വവ്വാലുകളുടെ ഇവർ കഴിച്ച വിസർജ്യത്തിലൊക്കെ ഈ ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കണം ഇനിയിപ്പോൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. പിന്നെ പ്രജൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാലമൊക്കെ കഴിഞ്ഞു വന്നവരാണ്. നമുക്കതിനെ പിന്നിടാൻ വീണ്ടും തോൽപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മലയാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. ഇനി മറ്റുള്ളവരുടെ പരിശോധനാ ഫലം നാളെ രാവിലെ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15 പേരുടെ പരിശോധനാ ഫലമാണ് മെയിനായിട്ട് വരാനുള്ളത്. അതെ, എന്തായാലും കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുന്നത് 2018 മെയ് മാസത്തിൽ. എന്തെല്ലാമാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. എങ്ങനെ രോഗം വരാതെ നോക്കാം എന്നുകൂടി മനസ്സിലാക്കാം. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം. അസുഖബാധയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരും. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കാലയളവ് 4 മുതൽ 14 ദിവസം വരെയാണ്. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് രോഗലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ പ്രധാനമാണ് മാസ്ക് ധരിക്കൽ. സാമൂഹിക അകലം പാലിക്കുക, ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, രോഗിയുമായി അകലം പാലിക്കുക, രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും. വവ്വാൽ കടിച്ച പഴങ്ങൾ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. ഹെൽത്ത് ഡെസ്ക് 24. മാരക പ്രഹരശേഷിയുള്ള വൈറസാണ് നിപ്പ. എവിടെയാണ് ലോകത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നത് സംബന്ധിച്ചും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളും നമുക്ക് നോക്കാം. നിപ്പയുടെ ചരിത്രം.
ലോകത്താദ്യമായി 1999 മലേഷ്യയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണുണ്ടായത്. മലേഷ്യയിലെ നിപ എന്ന സ്ഥലത്ത് പന്നി കർഷകർക്കിടയിലായിരുന്നു ആദ്യ രോഗവ്യാപനം. ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേരുകൊണ്ടാണ് നിപ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത്. ഹെനിപ വൈറസ് ജനുസിലെ പാരമിക്സോ വിരിഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് നിപ വൈറസുകൾ. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് നിപ വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീർ, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ രേഖയനുസരിച്ച് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും പുറമെ നിപ വൈറസ് ബാംഗ്ലാദേശിലെ മെഹർപൂർ ജില്ലയിൽ 2001 പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ബാംഗ്ലാദേശിലെ ഒട്ടേറെ ജില്ലകളിലേക്ക് രോഗം പടരുകയുണ്ടായി. 2012 മാർച്ച് വരെ ബാംഗ്ലാദേശിൽ 263 പേരെയാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 196 പേരും മരിച്ചു. 2001 ഇന്ത്യയിലെ ബംഗാളിലെ സിലിഗുഡിയിൽ 71 പേരെ നിപ വൈറസ് ബാധിക്കുകയും 50 പേർ മരിക്കുകയും ചെയ്തു. 2007 പശ്ചിമബംഗാളിലെ നാദിയയിൽ 30 പേർക്ക് രോഗബാധയുണ്ടായി, 5 പേർ മരിച്ചു. വവ്വാൽ ഭക്ഷിച്ച് ഉപേക്ഷിച്ച ഈന്തപ്പഴത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കരുതുന്നത്. ബാംഗ്ലാദേശിലും ബംഗാളിലെ നാദിയയിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടർന്നിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. നമ്മുടെ കമന്റ് ബോക്സ് നിറയെ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഈ അർജുന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം ഈ നിപ കേസ് വന്നതോടുകൂടി ആകെ സങ്കടത്തിലാണ്, വലിയ ആശങ്ക അതുപോലെ പങ്കുവെക്കുന്നുമുണ്ട്. ഇപ്പോൾ അഭിലാഷ് NB എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയും, നമ്മുടെ നാട് പോലെ ജനസാന്ദ്രതയുള്ള സ്ഥലമല്ല കർണാടക. അവിടെ ഉള്ളവർ അധികവും എന്തെങ്കിലും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർ ആണ്, നമ്മുടെ രീതിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അവിടെയും ഈ പറഞ്ഞ ഗ്രാമങ്ങളുണ്ട് എന്ന കാര്യം കൂടെ അറിയുക. അതെ, കേരളം ചെറിയ സംസ്ഥാനമാണ്, കർണാടക അങ്ങനെയല്ല, അല്പം കൂടി വലിയ സംസ്ഥാനമാണെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ അർജുൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം ഇവർ പരാതി കൊടുത്തപ്പോൾ അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് പറയാനുള്ള സമയമല്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. വളരെ വേഗം അർജുനന് വേണ്ടിയിട്ടുള്ള ആ തിരച്ചിൽ അത് പൂർത്തീകരിക്കണം, അർജുനെ എത്രയും വേഗം തിരിച്ചെത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരെ പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് നിന്നൊക്കെ ഇനിയും വേണമെങ്കിൽ JCB കൊണ്ടുപോകണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വിഷ്ണുദാസ് CV പങ്കുവെക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ വരുന്നു. വിജയൻ അതോടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ഒരുപാട് പേർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അർജുനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഏറ്റവും ഒടുവിൽ നിപ്പയുടെ കാര്യം വന്നപ്പോൾ നിപ്പ ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നു ഒരുപാട് പ്രേക്ഷകർ. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, വിലക്കയറ്റം, മഴ എന്തെല്ലാമാണ്, എല്ലാം മാറി വരട്ടെ എന്ന് RTK പ്രത്യാശ പ്രകടിപ്പിക്കുന്ന പോലെ നമുക്കും പ്രതീക്ഷിക്കാം ഒരു നല്ല കാലത്തിനായി. നിപ്പ അങ്ങനെ ഒരു സൈഡിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പനിയും അതിങ്ങനെ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പനിപ്പേടിയിലാണ് കേരളം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പനി ബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. കൊച്ചിയിൽ ഇന്നലെ മാത്രം പനി ബാധിച്ചത് 1061 പേർക്കാണ്. 32 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു, 7 പേർക്ക് എലിപ്പനിയും. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കണ്ണൂരിലെ 3.5 വയസ്സുകാരന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി. ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഈ കുട്ടി കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കി. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ദിവസം കൂടിയായിരുന്നു, പ്രത്യേകിച്ച് അർജുന്റെ തിരച്ചിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇനിയുമുണ്ട്, പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലേ, അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് ആദ്യം എത്തിച്ചത്. ഒരുപാട് പ്രേക്ഷകർ പാട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നു, പാട്ടില്ല തൽക്കാലം. കാരണം ഇത്തരം വലിയ വാർത്തകൾ വരുമ്പോൾ നമ്മൾ വാർത്തകൾ തന്നെ നിൽക്കുക, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. നിങ്ങൾ മാത്രമല്ല പ്രേക്ഷകർ എത്രത്തോളം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് നമുക്കും ഓരോ വിവരം അറിയാൻ നമ്മൾ ഇങ്ങനെ ഓരോ മിനിറ്റുകൾ കാത്തിരിക്കുകയാണ്. പുതിയ വിവരങ്ങൾ നമ്മൾ ആദ്യം അറിയുന്നു, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളും അർജുന്റെ ആ തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റു വാർത്തകളിലേക്ക്. വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവതയിലേക്ക് നമുക്ക് ഇന്ന് അല്പം മറ്റു വാർത്തകൾ കൂടി നോക്കാം. നമ്മളെ വീണ്ടും അലോസരപ്പെടുത്തിയ കുറച്ച് വാർത്തകൾ കൂടിയുണ്ട്. പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്, അതിലേക്കാണ് ഇനി അലോസര വാർത്തകൾ. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. അപകടം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ. മരിച്ചത് ആലപ്പുഴ തലവടി സ്വദേശികൾ. AC-യിൽ നിന്നുള്ള പുക ശ്വസിച്ചത് മരണകാരണമായെന്ന സൂചന. അവധി കഴിഞ്ഞ കുടുംബം കുവൈറ്റിൽ തിരികെ എത്തിയത് കഴിഞ്ഞ ദിവസം.
ഗുജറാത്തിലെ വഡോദരയിൽ ക്ലാസ് മുറിയുടെ ചുമരിടിഞ്ഞ അപകടം. 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ 4 കുട്ടികൾക്ക് പരിക്ക്. അപകടം വഡോദര നാരായൺ വിദ്യാലയത്തിൽ. തമിഴ്നാട് തൂത്തുക്കുടിയിൽ വിഷവാതകം ശ്വസിച്ച് 30 തൊഴിലാളികൾ ആശുപത്രിയിൽ. അപകടം പുതൂരിലെ ഫിഷ് പ്രോസസിംഗ് യൂണിറ്റിൽ. ചോർന്നത് അമോണിയം ഗ്യാസ്. തൊഴിലാളികൾ ആശുപത്രിയിൽ. പാലക്കാട് അട്ടപ്പാടി പുത്തൂരിൽ കാണാതായ ആദിവാസി യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. വരകയാർ പുഴയ്ക്ക് സമീപത്തു നിന്ന് ലഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ മുരുകൻ, കാക്കൻ എന്നിവരുടെ മൃതദേഹങ്ങൾ. മേലെ ഭൂതയാർ ഊരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പുഴയിൽ അകപ്പെട്ടതാകാമെന്നാണ് നിഗമനം. നമുക്കിനി മറ്റൊരു ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആലുവയിൽ ബിരുദ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. എടയപ്പുറം സ്വദേശി അനീഷാണ് മരിച്ചത്. അൽ അമീൻ കോളേജിലെയും 1ാം വർഷ വിദ്യാർത്ഥിയാണ്. എന്താണ് ഇതിന് പിന്നിൽ മറ്റ് വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നേയുള്ളൂ. മരണകാരണമാണ്, ആത്മഹത്യയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നത്. വിദ്യാർത്ഥിയാണ്. എടയപ്പുറം സ്വദേശി അനീഷ് എന്നാണ് പേര്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നമ്മൾ ദിവസവും പറയുന്നതാണ് ഈ പുഴയിൽ ഇറങ്ങരുത്, പ്രത്യേകിച്ച് മഴക്കാലമാണ്. മാത്രമല്ല ഈ പുഴയിൽ വീണ് മരിക്കുന്നവർ അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഈ മഴക്കാലത്തും കുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറെ എന്താ പറയുന്നത്, ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യണം എന്നൊന്നും വലിയവരെ പോലെ അറിയുന്നുണ്ടാവില്ല. എന്നാലും പാലക്കാടാണ് ഇന്ന് സംഭവം റിപ്പോർട്ട് ചെയ്തത്. ചിറ്റൂർ പുഴയിൽ വീണ്ടും അപകടമുണ്ടായി. ഫുട്ബോൾ എടുക്കാൻ ഇറങ്ങിയ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ശക്തമായ ഒഴുക്കിനെ മറികടന്ന് സാഹസികമായാണ് ഫയർഫോഴ്സ് സംഘം ആ കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. ഗായത്രി പുഴയിൽ പക്ഷേ അതേസമയം കാണാതെ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഫലം കണ്ടില്ല. പുഴയരികിൽ നിന്ന് കളിക്കുകയായിരുന്ന കുട്ടികൾ ബോൾ വെള്ളത്തിൽ പോയതിനെ തുടർന്ന് എടുക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 3 പേർ ഒരുമിച്ചാണ് പുഴയോരത്തെത്തിയത്. 2 പേർ ഒഴുക്കിൽപ്പെട്ട കാര്യം മൂന്നാമൻ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. വണ്ടിത്താവളം സ്വദേശികളായ അഭിനവ് കൃഷ്ണ, അജിൻ എന്നിവരെ 1.5 മണിക്കൂർ പരിശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സ് സംഘത്തിന് രക്ഷിക്കാനായത്. എന്തിനാ നിങ്ങൾ പോയത്? ബോൾ എടുക്കാൻ പോയതാണോ? ബോൾ അവിടെ പെട്ടുപോയോ? ചൊവ്വാഴ്ച അറ്റൻഡ് ചെയ്ത കാളിനെക്കാട്ടിലും കുറെ കൂടെ ഒഴുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കമ്മിയാണെങ്കിൽ നല്ല ഒഴുക്കായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രൊഫഷണലായ രീതിയിൽ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അത് രക്ഷപ്പെട്ടത്. ആലംകടവിൽ നിന്ന് 180 മീറ്ററോളം ഒഴുകിപ്പോയ കുട്ടികൾ സമീപത്തെ പാറയിൽ കയറി നിൽക്കുകയായിരുന്നു. നടത്തിക്കൊണ്ടുവരിക പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി ലാഡറും വടവും ഉപയോഗിച്ചാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. തരൂർ ഗായത്രി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. ചിറ്റൂർ കുറ്റിപ്പള്ളം സ്വദേശി സിബിലാണ് ഒഴുക്കിൽപ്പെട്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം രാവിലെ 11 മണിയോടെ കുളിക്കാനിറങ്ങിയതായിരുന്നു സിബിൽ. പാലക്കാട് സ്കൂബ ടീമും ആലത്തൂർ അഗ്നിരക്ഷാസേനയും തെരച്ചിൽ തുടരുകയാണ്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അപ്പോൾ വീണ്ടും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. മഴക്കാലമാണ്. ഒഴുക്ക് ഏത് ദിശയിലാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏറെ പരിചയമായിട്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷേ അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് ഏത് ഗതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളത്തിൽ നിന്ന് വിട്ട്, മാക്സിമം നല്ല വെള്ളത്തിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്ക് പോകണ്ട. അതാണ് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് അതിൻ്റെ ആഴം, അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ശക്തി ഒന്നും മനസ്സിലാവില്ല. ഇന്നിപ്പോൾ കണ്ടില്ലേ ഈ ദൃശ്യങ്ങളിൽ പോലും അവർ കളിക്കാൻ പോയതാണ്. അപ്പോൾ വീട്ടുകാരുടെ കണ്ണുട്ടിച്ച് പോയതാണോ അല്ലെങ്കിൽ വീട്ടുകാർ അറിയാതെ പോയതാണോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ പോയി അറിയാതെ വെള്ളത്തിലേക്ക് ബോൾ പോയി പിറകെ അവർ ഇറങ്ങി. അവധിയും കൂടി ആയതുകൊണ്ട് ആ ദൃശ്യം കാണുമ്പോൾ ഒരേ സമയത്ത് അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഗൗരവം ആലോചിക്കുമ്പോൾ അത് സങ്കടവുമാണ്, പേടിപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ എന്തായാലും പരമാവധി നമ്മൾ വീടിനുള്ളിൽ തന്നെ തുടരുക. മഴക്കാലമൊക്കെ ഒന്ന് ശമിക്കുന്നത് വരെ പ്രത്യേകിച്ച് കുട്ടികളെ ഈ സമയങ്ങളിൽ പുഴയോരത്തൊന്നും കൊണ്ടുപോകാതിരിക്കുക. ഇനി നമുക്ക് കാലാവസ്ഥ റിപ്പോർട്ട് നോക്കിയാൽ ഒരാഴ്ചയായി സംസ്ഥാനത്ത് പെയ്യുന്ന മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. കോഴിക്കോട് കപ്പലങ്ങാടി ബൈത്താനി മേഖലയിൽ രാവിലെ മുതൽ രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെട്ടു. പാലക്കാട് അട്ടപ്പാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 2 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. നെയ്യാറ്റിൻകര ധനുവച്ചപുരത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു.
ഒരാഴ്ചയായി സംസ്ഥാനത്ത് പെയ്യുന്ന ശക്തമായ മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ദേശീയപാതയിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. 4 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെയും മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് കപ്പലങ്ങാടി ബൈത്താനി മേഖലയിൽ രാവിലെ മുതലുണ്ടായ കടലാക്രമണത്തിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. അട്ടപ്പാടിയിൽ 3 ദിവസം മുമ്പ് കാണാതായ സിവിൽ പോലീസ് ഓഫീസർ മുരുകന്റെയും സുഹൃത്ത് കാക്കന്റെയും മൃതദേഹങ്ങൾ വരകയാർ പുഴയ്ക്ക് സമീപത്തു നിന്ന് കണ്ടെത്തി. നെയ്യാറ്റിൻകര ധനുവച്ചപുരത്ത് പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കമന്റ് ബോക്സിലൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ RTK പറയുന്നു, നമ്മൾ മലയാളികൾ പൊളിയാണ്, ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കും, ചങ്കുറപ്പുള്ളവർ, കരുണ്യമുള്ളവർ തന്നെ എന്ന് പറയുന്നു. തീർച്ചയായും അത് പല അവസരത്തിൽ നമ്മൾ തെളിയിച്ചതാണ്. അതെ അതെ, എല്ലാവരും ഇപ്പോഴും എന്താണ് പറയുക, നല്ല വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നു, നാളത്തെ നേരം പുലരാൻ കാത്തിരിക്കുന്നു, സൈന്യം എത്തുന്നു, അത് പ്രതീക്ഷ പകരുന്നതാണെന്ന രീതിയിൽ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ കുറിക്കുന്നു. തൊട്ട് മുൻപ് നമ്മൾ സംപ്രേഷണം ചെയ്ത ആ വാർത്ത, ചിറ്റൂരിലെ ആ അപകടം, കുട്ടികൾ പുഴയിലിറങ്ങിയ കാര്യം, അതിനെക്കുറിച്ചും ഒരുപാട് പേർ പറയുന്നുണ്ട്. അവരെ കൊണ്ടുപോകുന്നതല്ല, അവരെ മാതാപിതാക്കളെ കൊണ്ടുപോകുന്നതല്ല, കണ്ണുവെട്ടിച്ച് പോകുന്നതാണെന്നൊക്കെ പറയുന്നു സുലൈമാൻ അബ്ദുൽ ഖാദർ. വൈ എന്ന് പറയുന്നൊരു ഒരു ഐ ഡിയിൽ നിന്ന് വരുന്നു, കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം, സ്വന്തം കുട്ടികളെ വീട്ടിലുള്ള സ്വയം നോക്കണം എന്ന് പറയുന്നു. അങ്ങനെ പലതരം കമൻറ്റുകൾ വരുന്നുണ്ട്. വിജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ പ്രാപ്ര കാണുന്നത് ഈ വാർത്ത വിരസത ഒന്ന് മറക്കാനാണ്. പ്രവിത പ്രജൻ പ്ലീസ് ഇത് മനസ്സിലാക്കും. പക്ഷെ നമ്മൾക്ക് പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ വിജയൻ. അതുകൊണ്ടാണ് ഇന്നത്തെ ആ വാർത്താ പ്രാധാന്യം അത് വിജയന് മനസ്സിലായിട്ടുണ്ടാവും. അർജുന് വേണ്ടിയിട്ടുള്ള ആ തിരച്ചിൽ കയ്യും മെയ്യും മറന്ന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘം അവിടെ ഉണ്ട് അർജുനെ തേടി. അതിൽ അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇന്നിപ്പോൾ എൻകൗണ്ടറിന്റെ സമയത്ത് എൻകൗണ്ടറിൽ ഇന്ന് മനാഫ് എന്ന് പറയുന്ന ഈ ലോറി ഉടമ, അതായത് അർജുൻ സഞ്ചരിച്ച ആ വാഹനത്തിന്റെ ഉടമ ഇന്ന് അതിഥിയായിട്ട് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, അവിടത്തേക്ക് ഈ രഞ്ജിത്തിനെ എത്തിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു, ആരും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. പിന്നീട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ചിട്ടാണ് അത്ര ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ സംസാരിച്ച ആളെ അങ്ങോട്ട് കടത്തിവിട്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇത്രമാത്രം ധൃതി കാണിക്കുന്നത് എന്ന ഒരു ആശങ്കയിൽ, എന്ന ഒരു ആകാംക്ഷയിലൊക്കെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിച്ചത്. അത്ര ഇപ്പോൾ മനാഫിനടുത്ത് ഒരാൾ പറഞ്ഞു, അതൊരു ഡ്രൈവറല്ലേ, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം അയാളുടെ പിറകെ പോകുന്നതെന്ന് പറഞ്ഞു. അത് നോക്കുക, ഉള്ള ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ മനാഫ് പറഞ്ഞു, അങ്ങനെ പറയരുത്, അതൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്താണ് പറയുക, ഈ ആരാണ്, ഈ ലോറി ഉടമയാണോ ഇത്രയും ഹോൾഡുള്ള ആൾ, അല്ല ഈ ഇപ്പോൾ കാണാതായ ആളാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു. അപ്പോൾ ആരാണെന്ന് ഇത്രമാത്രം ഹോൾഡുള്ള ആളെന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞു, ആർക്കും ഹോൾഡൊന്നുമില്ല, അതൊരു മലയാളിയാണ്, മലയാളികൾ ഒന്നടങ്കം അയാൾക്ക് വേണ്ടി നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അതെ, നമ്മൾ പല അവസരത്തിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്, സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം. ഇനിയിപ്പോൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. രോഗിക്കൊപ്പം 1-ൽ കൂടുതൽ ആളുകളെ അനുവദിക്കില്ല. ആശുപത്രിയിൽ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാണ് മിഥില ബാലൻ അറിയിക്കുന്നത്. എനിക്കൊന്ന് മിഥില ടെലിഫോൺ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. മിഥില, അപ്പോൾ ഈ നിപ സാഹചര്യമുണ്ട്, അവിടത്തേക്കാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്നു. നിപ റൂം ആയിട്ട് തന്നെ, നിപ വാർഡായിട്ട് തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതൊക്കെ പരിചയിച്ചതാണ് നിപ കാലത്ത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ കൊണ്ടുവന്ന നിയന്ത്രണം, വിശദാംശങ്ങൾ? കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ ഇത്തരം സാഹചര്യം ഡീൽ ചെയ്യണം എന്ന ഒരു പരിചയം കോഴിക്കോട് മെഡിക്കൽ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പെട്ടെന്ന് തന്നെ ഒരു ഐസൊലേഷൻ വാർഡായി മാറ്റി സജ്ജീകരണങ്ങൾ ഇവിടെ നടത്തിയത്. ഇപ്പോൾ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇപ്പൊ സ്ഥിരീകരിച്ച രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ഇവിടെ സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. രോഗിക്കൊപ്പം 1-ൽ കൂടുതൽ ആളുകൾ നിൽക്കാൻ പാടില്ല. മാത്രമല്ല, ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന ഒരു നിർദ്ദേശവും ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്നുണ്ട്. ശരി മിഥില. ശ്രദ്ധിക്കുക, സന്ദർശനം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല, മാസ്ക് നിർബന്ധമായി ധരിക്കേണ്ടതാണ്. കൂടാതെ രോഗിയുടെ കൂടെ 1-ൽ കൂടുതൽ ആളുകൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടുള്ളതല്ല. ശ്രദ്ധിക്കുക, നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്താൽ രോഗിയുടെ കൂടെ 1-ൽ കൂടുതൽ ആളുകൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടുള്ളതല്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിർബന്ധമായി മാസ്ക് ധരിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക,
സന്ദർശനം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ് ലോകം പെട്ടെന്ന് അങ്ങ് നിന്നു പോകുന്നു. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നിന്ന് പോകുന്നു. അതെങ്ങനെയാണെന്നൊക്കെ പ്രജിൻ ഇന്നലെ വളരെ വിശദമായി പ്രേക്ഷകരോട് പറയുകയും ചെയ്തിരുന്നു. പ്രജിൻ ഇന്നലെ പറഞ്ഞ പ്രജിന്റെ അനുമാനം വളരെ റൈറ്റ് ആയിരുന്നു. എന്തായാലും മൈക്രോസോഫ്റ്റിന്റെ ആ വിൻഡോസിന്റെ തകരാറിനെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധി അത് ഒഴിയുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇങ്ങ് നെടുമ്പാശ്ശേരിയിലാണെങ്കിൽ പോലും അവിടെ 5 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. ഉടനെ പ്രശ്നപരിഹാരം ഉണ്ടാവുമെന്ന് വ്യോമയാന മന്ത്രാലയം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മാമോ ടാസ്ക്കാണ്. ഓരോ സിസ്റ്റവും ഓരോ കമ്പ്യൂട്ടറും മാനുവലി പോയി അതിൽ നിന്ന് ഈ ഫോൾട്ടി ഫയൽ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഈ പ്രശ്നം ബാധിച്ച കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നലെ മാത്രം 200ഓളം വിമാന സർവീസുകളാണ് രാജ്യത്തുടനീളം മുടങ്ങിയത്. ഇതിൽ 190 സർവീസുകൾ ഇൻഡിഗോയുടേത് മാത്രമാണ്. ഇന്ന് പ്രതിസന്ധിക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഇൻഡിഗോയുടെ 9 വിമാനങ്ങളാണ് മുംബൈയിൽ റദ്ദാക്കിയതെങ്കിൽ ഇന്ന് 2 സർവീസുകൾ മുടങ്ങി. കൊച്ചിയിലേക്കും വാരണാസിയിലേക്കുമുള്ള സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര സർവീസുകളുടെ സമയം വ്യാപകമായി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. വിശാഖപട്ടണം എയർപോർട്ടിൽ ഇന്ന് ഇതുവരെ 5 സർവീസുകൾ മുടങ്ങി. ദില്ലി വിമാനത്താവളത്തിൽ ഇന്നും നീണ്ട ക്യൂ ആയിരുന്നു. സെൽഫ് ബാഗേജ് ഡ്രോപ്പ്, ഡിജി യാത്രാ സംവിധാനങ്ങൾ പണിമുടക്കി. വിമാനത്താവളങ്ങളിൽ ബോർഡിംഗ് പാസ് എഴുതി നൽകേണ്ടിയും വന്നു. വിമാനം റദ്ദാക്കുന്ന പക്ഷം മാറ്റി ബുക്ക് ചെയ്യാനോ റീഫണ്ടിന് അപേക്ഷിക്കാനോ യാത്രക്കാർക്ക് കഴിയുന്നില്ല. അതേസമയം പ്രതിസന്ധി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും ഒരു വിമാനം പോലും റദ്ദാക്കിയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം നേരിട്ടത്. പ്രതിസന്ധിയുടെ ആഴവും നഷ്ടത്തിന്റെ കണക്കുകളും വരാനിരിക്കുന്നതേയുള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇനി നമുക്ക് നേരെ ബംഗ്ലാദേശിലേക്ക് പോകാം. അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 106 സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. എന്നാലും രാജ്യത്ത് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ ജോലിയിലേക്കുള്ള സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ആകെയുള്ള 55% സംവരണത്തിൽ 30% സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കാണ്. 2018 രാജ്യവ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണം പിൻവലിച്ചു. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെ കോടതി സംവരണം പുനഃസ്ഥാപിച്ചതോടെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയത്. പോലീസും സമരക്കാരുമായി ഏറ്റുമുട്ടലുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും സഖ്യകക്ഷികളുമാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനിടെ സംവരണം പുനഃസ്ഥാപിച്ച നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. എന്നാൽ സംവരണം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് പ്രതിഷേധക്കാർ. സ്ഥിതിഗതികൾ രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഷെയ്ഖ് ഹസീന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി പ്രക്ഷോഭം മാറിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോയുടെ സമയം തീരുകയാണ്. നമ്മളെല്ലാവരും നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അർജുൻ്റെ ഒരു നല്ല വാർത്തയ്ക്ക് നമുക്ക് കാത്തിരിക്കാം. നാളെ സൈന്യം കൂടി വരുന്നു. രക്ഷാദൗത്യം കൂടുതൽ ത്വരിതവേഗത്തിൽ മുന്നോട്ട് പോകും. രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും നമുക്ക് അർജുൻ. വലിയ പ്രത്യാശയോടെയാണ് നമ്മൾ ഈ ഷോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ രാത്രി 10:30 വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.